അങ്ങനെ ഒടുവിൽ FCRAയിൽ മോദി സർക്കാർ പിടിമുറുക്കി. സന്നദ്ധ സംഘടനകൾ വിദേശ ഫണ്ട് വാങ്ങുന്നതിനുള്ള നിയന്ത്രണം കർശനമാക്കി. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഇത് സംബന്ധിച്ച 2011 FCRA ചട്ടങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ടുള്ള നിയമം പ്രാബല്യത്തിൽ വന്നു. വിദേശ ഫണ്ട് വാങ്ങുന്ന NGOകൾ പ്രവർത്തനത്തെക്കുറിച്ച് സർക്കാരിന് വിശദമായ വിവരം നൽകണമെന്നും ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് പണം ചെലവഴിക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്നും ഭേദഗതിയിൽ പറയുന്നു. ഇനി മുതൽ സ്ഥാപനത്തിന്റെ പൊതുവായ ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും മാത്രം ചൂണ്ടിക്കാട്ടി വിദേശ സംഭാവനയ്ക്ക് അനുമതി തേടാൻ സാധിക്കില്ല. മതം, സംസ്കാരം, സാമ്പത്തികം, വിദ്യാഭ്യാസം, സാമൂഹ്യം എന്നിങ്ങനെ 5 വിഭാഗങ്ങളിലായി 105 തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷ്യം ചൂണ്ടിക്കാട്ടി മാത്രമേ രജിസ്ട്രേഷന് അനുമതി നൽകുകയുള്ളൂ. ഉദാഹരണത്തിന് മതവിഭാഗങ്ങളുടെ ആരാധനാലയത്തിന്റെ നിർമ്മാണം, പുനരുദ്ധാരണം, വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ അച്ചടി എന്നിങ്ങനെ 18 പ്രവർത്തനങ്ങളാണ് അനുവദിക്കുന്നത്. കൂടാതെ മതപരിവർത്തനത്തിലേക്ക് കടക്കുന്ന നടപടികൾക്കും വിലക്കുണ്ട്. ചില മേഖലകളിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും നിയന്ത്രണമുണ്ട്. നിലവിൽ FCRA രജിസ്ട്രേഷനുള്ള എല്ലാ സ്ഥാപനങ്ങളും 1 വർഷത്തിനുള്ളിൽ അവർ പ്രവർത്തിക്കുന്ന മേഖലയും സംസ്ഥാനങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി അറിയിക്കണം. ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ FCRA രജിസ്ട്രേഷനായി അധിക തുക നൽകേണ്ടി വരും. പിന്നെ നമ്മുടെ ആളുകൾക്ക് ഒരു വിചാരമുണ്ട്, ഇതൊക്കെ ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് മാത്രമാണ് ബാധകമെന്ന്. അവരെ ചൊൽപ്പിടിക്ക് നിർത്താനാണ് ഇതൊക്കെ BJP മോദി സർക്കാർ ചെയ്യുന്നതെന്ന്. എന്നാൽ അങ്ങനെയല്ല, അതൊന്നുമല്ല. രാജ്യത്തെ ഏറ്റവും കൂടുതൽ NGOകൾ അതുള്ളത് ഹൈന്ദവർക്ക് തന്നെയാണ്. ഇവിടെ കേരളത്തിലാണ് കുറച്ചെങ്കിലും ക്രൈസ്തവർക്ക് ഈ ലൈസൻസ് ഉള്ളത്. ഇവിടെ തന്നെ മാതാ അമൃതാനന്ദ അമ്മയ്ക്ക് ഉൾപ്പെടെയുള്ള ഹൈന്ദവ സ്ഥാപനങ്ങൾക്ക് ഈ ലൈസൻസ് ഉണ്ട്. ഇതെങ്ങനെയാണെന്നറിയില്ല ക്രൈസ്തവ ബിഷപ്പുമാരുടെ തലയിൽ വന്ന് വീണതെന്ന്. FCRA എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലോടി വരുന്നത് ക്രൈസ്തവ ബിഷപ്പുമാരെയാണ്. അവരാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ എന്ന തെറ്റായ ധാരണയും അബദ്ധ പ്രചാരണങ്ങളുമാണ് നടക്കുന്നത്. FCRA പിടിമുറുക്കിയാൽ ക്രൈസ്തവ മിഷണറിമാരും ബിഷപ്പുമാരും BJPയുടെ തിണ്ണനിറങ്ങാനും കൈപ്പിടിയിൽ ഒതുങ്ങുമെന്നുമൊക്കെയുള്ള അബദ്ധധാരണകൾ BJP തന്നെ പ്രചരിപ്പിക്കുന്നു. ഇത് കേൾക്കുന്ന പൊതുസമൂഹം വിശ്വസിക്കുന്നു അത്. കാരണം അവർക്കറിയില്ലല്ലോ ഇത് ആർക്കൊക്കെ ഉണ്ടെന്നും ഇതിന്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണെന്നൊക്കെ. ഏതായാലും കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന നിയന്ത്രണങ്ങൾ നല്ലത്. അതുകൊണ്ട് ഈ രാജ്യത്തെ ക്രൈസ്തവർക്ക് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല.